വളരെ ആശങ്കയുടെ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയെങ്കിൽ പോലും നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് UAE വ്യോമപാത അടച്ചു, ബഹ്റൈനിൽ ഉഗ്ര ശബ്ദം കേട്ടു, 3-4 തവണയാണ് ശബ്ദം കേട്ടു എന്നാണ്, സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. ഖത്തറിൽ വലിയ രീതിയിലുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം ഈ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് ഇതൊക്കെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന അറബ് രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പോൾ മലയാളികൾ പറയുന്നത് കുറച്ചധികം പാനിക്കാണ് ഞങ്ങളൊക്കെ എന്നാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ച പല വിദേശ അറബ് രാജ്യങ്ങളിലുള്ള ആളുകളും ഒക്കെ നമ്മളോടും സംസാരിച്ചത്. അപ്പോ ഈ എന്താ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് ആശങ്കപ്പെടേണ്ട വസ്തുത ഇപ്പൊ നിലവിലുണ്ടോ? യുദ്ധം ഇപ്പോ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും തുടങ്ങി, അല്ലെങ്കിൽ പരസ്പരം യുദ്ധം തുടങ്ങി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇസ്രായേൽ ആക്രമിച്ചതിനകത്ത് പ്രധാനപ്പെട്ട അവർ ലക്ഷ്യം വെച്ചത് ഇറാന്റെ തലസ്ഥാനവും അല്ലെങ്കിൽ സൈനിക താവളങ്ങളും ഖമേനിയുടെ ഓഫീസും അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഓഫീസും ഒക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അതായത് ഇസ്രായേലിന്റെ ആക്രമണം നമുക്കറിയാമല്ലോ, ആദ്യമേ തുടക്കം തന്നെ തിരിച്ചടിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്രമണം എത്രത്തോളം വലിപ്പത്തിലാക്കാമോ അങ്ങനെ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്ന യുദ്ധതന്ത്രമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പം ഇതിനപ്പുറം ഇസ്രായേൽ അടിച്ചതിന് ശേഷം ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അമേരിക്കയെ നേരിട്ടല്ല ആക്രമിക്കുന്നത്, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എല്ലാം ആക്രമിക്കും. ഒരുപക്ഷെ അമേരിക്കയുടെ അതിൻ്റെ കൂടെ തന്നെ ഇസ്രായേലിനെയും ഇസ്രായേൽ തിരിച്ചടിച്ചു. അല്ലെങ്കിൽ ഇസ്രായേൽ ഏതാണ്ട് 75ഓളം മിസൈലുകൾ തൊടുത്തു വിട്ടിരിക്കുന്നു. അതിൽ ചിലതൊക്കെ ഇസ്രായേൽ പതിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബാക്കി അവരുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അവർ തടഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ബഹ്റൈൻ ഉഗ്ര സ്ഫോടനം, അതിൻ്റെ സ്ഫോടനത്തിന് ശേഷം അവിടുത്തെ ആളപായമോ അവിടുത്തെ ഈ പറയുന്ന ആ സ്ഫോടനത്തിന്റെ വ്യാപ്തിയോ ഒന്നും മാധ്യമങ്ങളിൽ കൂടി വെളിച്ചത്ത് വന്നിട്ടില്ല. ഏതായാലും കുവൈറ്റിലും ഖത്തറിലും ഉൾപ്പെടെയുള്ളിടത്ത്, അതായത് ഇറാൻ പറഞ്ഞതുപോലെ ഒരേ സമയം ഈ പറയുന്ന സൈനിക താവളങ്ങൾ GCC രാജ്യങ്ങൾ എല്ലാം ആക്രമിക്കുകയും അതിൻ്റെ കൂടെ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് ഇത്രയും ദിവസത്തിനകത്ത് ഒരുപക്ഷെ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുമ്പോൾ രണ്ട് രാജ്യങ്ങളും ഒരേപോലെ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് എപ്പോഴും കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിട്ട് പോലും അതിനെ ഒരുപക്ഷെ ആ ആക്രമണത്തിനെ മറികടന്നുകൊണ്ട് ഈ GCC രാജ്യങ്ങൾ ഇപ്പൊ തന്നെ 3 രാജ്യങ്ങൾ ആക്രമിച്ചില്ലേ, അതിൻ്റെ കൂടെ ഇസ്രായേലിനെ ആക്രമിച്ചില്ലേ. അപ്പം ഇത് നാളെ കാലത്തെ വലിയ വ്യാപകമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് ഈ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പനാമ കനാലിൽ ഉള്ള ഈ ചരക്ക് ഗതാഗതത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇനി പ്രോക്സി ഗ്രൂപ്പുകൾ ഉണ്ട്, അതായത് ഹൂത്തിയും അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഒക്കെ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഹമാസ്, ഹിസ്ബുള്ള എന്ന അതിനെയൊക്കെ ഒരു പരിധി വരെ ഇല്ലായ്മ ചെയ്ത് നിൽക്കുന്ന ഒരവസരത്തിൽ തിരിച്ചടിക്കാൻ ഇപ്പോഴും ഏതൊരവസരത്തിലും സാധ്യമാകുന്ന ആണ് ഹൂത്തികൾ. ഈ പറയുന്ന GCC രാജ്യങ്ങളിൽ കയറി ഒരുപക്ഷെ ഇന്ധനം അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ്സുകളുണ്ടല്ലോ, നമ്മുടെ ഈ ഇന്ധന കിണറുകളും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ അതിനൊക്കെ തീയിടുന്നതിനും അല്ലെങ്കിൽ ഒരു പരിധി വരെ ഈ എണ്ണക്കിണറുകൾ അടക്കം ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലക്ഷ്യം വെച്ചാൽ ആ രീതിയിലേക്ക് യുദ്ധം പോയാൽ നമ്മൾ ഈ പറയുന്ന പോലെ ആശങ്കപ്പെടുന്നത് പോലെ അവിടെ ജോലി ചെയ്യുന്നവർക്ക്, അവിടെയുള്ള ആൾക്കാർക്ക്, അവിടുത്തെ ജോലിയുടെ ഭാഗമായിട്ടിരിക്കുന്നവർക്ക് ഈ ഇന്ധനം അല്ലെങ്കിൽ ആ കിണറുകളെ ഉൾപ്പെടെയുള്ളത് ലക്ഷ്യം വെച്ചാൽ ലോകത്തെ മൊത്തവും ഊർജ പ്രതിസന്ധിയെ വരെ ബാധിക്കുന്നതിനും ഈ യുദ്ധം, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ലോകത്തെ മൊത്തം വ്യാപിക്കുന്ന രീതിയിലേക്കും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആണ് ഇപ്പൊ കാണുന്നത്. UAE വ്യോമപാത അടച്ചിരിക്കുന്നു. അതായത് ഇറാൻ അടിയന്തരാവസ്ഥ, ഇസ്രായേൽ എനിക്ക് തോന്നുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല, വ്യോമപാത അടിയന്തരാവസ്ഥ. അപ്പൊ 2 രാജ്യങ്ങളും അടിയന്തരാവസ്ഥ. അതായത് രാജ്യങ്ങൾ രണ്ടും യുദ്ധം, അതായത് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് അടിക്കുന്നതിന് പകരം ഇസ്രായേലിനെ സഹായിക്കുന്നത് മൊത്തവും അമേരിക്ക ആയതുകൊണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ശാന്തമായല്ല നിൽക്കുന്നത്. ഇപ്പോൾ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളെയുമാണ്, അതായത് കുവൈറ്റ്, ബഹ്റൈൻ, UAE, ഖത്തർ തുടങ്ങിയ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സൈറൻ മുഴങ്ങി കഴിഞ്ഞു, അപായ സൈറൻ മുഴങ്ങി കഴിഞ്ഞു. അതായത് ഇതിനകത്ത് പറഞ്ഞ മനസ്സിലല്ലേ തന്നെ ഈ ഒരു യുദ്ധത്തിനകത്ത് ഇറാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇറാനെ
അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ സമാധാനം കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. ഇല്ല. ഞങ്ങൾ എന്തായാലും തീരാൻ പോവുകയാണ്. ഇതിന്റെ കൂടെ ഞങ്ങളുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന, അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മൊത്തം മുസ്ലിം രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിടുന്നതിനും അല്ലെങ്കിൽ ഞങ്ങൾ തകരുന്നത് പോലെ ബാക്കിയുള്ള രാജ്യങ്ങളെ തകർക്കുന്നതിനും ഉള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. എന്തായാലും അമേരിക്കയെ നേരിട്ട് അടിക്കാനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത്രയും ദൂരത്തിൽ പോയി യുദ്ധം ചെയ്യുന്നതിനോ ഒക്കെ പ്രയാസമുള്ള ഒരവസ്ഥയുണ്ട്. ചൈനയും റഷ്യയും ഇടപെടൂലേ? ചൈനയും റഷ്യയും ഇടപെടുന്നത് പ്രത്യക്ഷത്തിലാണോ പരോക്ഷത്തിലാണോ എന്നറിയത്തില്ല. ചൈനയും റഷ്യയും ഇടപെടും ആവശ്യം വന്നാൽ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ബോധ്യം ഇറാൻ ഉള്ളത് കൊണ്ടാണ് ഇറാൻ ഇത്രയും വെല്ലുവിളിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ തുടങ്ങിയിരിക്കുന്നത്. ഇറാൻ ഈ പറയുന്ന ചൈനയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും മാരകമായിട്ടുള്ള ചില മിസൈലുകൾ മേടിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്, അതിനുള്ള കരാറുകളായിട്ടുണ്ട്. ആ മിസൈലുകൾ ഒരുപക്ഷെ അമേരിക്കയെ വരെ പോലും ദൂരപരിധിയുള്ള മിസൈലുകളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ സമയത്ത് തന്നെ, ഈ പ്രതിസന്ധി ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും എന്ന് പറയുന്ന സമയത്ത് തന്നെ പുടിനുമായിട്ടും റഷ്യയുമായിട്ടും നിരന്തരം ചർച്ച ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രഹസ്യമായിട്ട് ആയുധ കരാറുകൾ ഒപ്പിട്ടു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. അതായത് ഇറാനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്ന ഒരു രീതി ഇല്ല എന്ന് പുടിൻ ഉൾപ്പെടെയുള്ള ഇടത്തുനിന്നും അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും സംസാരം നേരത്തെ നമ്മൾ കേട്ടിരുന്നതാണ്. അതായത് ഈ യുദ്ധം ഏതാണ്ട് എല്ലാവരും ആശങ്കപ്പെടുന്നത് പോലെ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ശൈലിയിലേക്ക് അല്ലെങ്കിൽ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് തോന്നുന്നത്. ഏതായാലും ഇന്ത്യയും ബാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് അബുദാബിയിലേക്ക് മിസൈൽ അയച്ചു, അതിനെ തടഞ്ഞു എന്നാണ് പറയുന്നത്. UAE, കുവൈറ്റ്, സൗദിയും അബുദാബിയിൽ മിസൈൽ അയച്ചു, സൗദിയിലും ആക്രമണം. അതായത് ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ നമ്മൾ പറഞ്ഞതുപോലെ ഇറാൻ വളരെ തയ്യാറെടുപ്പിലാണ്. അതായത് ആരെയും മാറ്റി നിർത്തുന്നില്ല, മൊത്തം ആൾക്കാരെയും പ്രതിസന്ധിയിലാക്കണം. ഇപ്പൊ നമ്മൾ ആദ്യം നമ്മൾ സംസാരം തുടങ്ങിയപ്പോൾ 3 രാജ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും ഓരോ രാജ്യങ്ങളെ ആക്രമിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞത് എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചു, ഇറാനെ നിസ്സാരമായിട്ട് കാണേണ്ട രാജ്യമല്ല, അവരുടെ മിസൈൽ ശേഖരം നിസ്സാരമല്ല, അവരുടെ എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു രാജ്യമാണ്, എന്തും ചെയ്യാൻ ഉള്ള മാനസികാവസ്ഥയുള്ള രാജ്യമാണ്. കാരണം അവർക്ക് ആ മാനസികാവസ്ഥയിൽ എത്തിച്ചേരുന്നതിനകത്ത് അവരെ കുറ്റം പറയാൻ സാധ്യതയില്ല. ഇതുപോലെ ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ആരുടെയും സഹായമില്ലാതെ ആരുടെയും കരുതില്ല നിൽക്കുന്ന ഒരു രാജ്യമല്ലേ. അപ്പൊ അവർക്ക് എന്തും ചെയ്യണം, അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യണം. അവരെ മാത്രമായിട്ട് തീർത്തുകൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ സമാധാനത്തെ പോകുന്ന ഒരു ജിയോ പൊളിറ്റിക്സ് വേണ്ട എന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഈ യുദ്ധം കടുത്താൽ ഖമേനി ഉൾപ്പെടെയുള്ളവരുടെ അല്ലെങ്കിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന്റെ ഭരണ സംവിധാനത്തെ ഉൾപ്പെടെയുള്ളതിനെ താർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണെന്ന് ഇറാൻ അറിയാം. അപ്പം അതിനകത്ത് ഇറാന്റെയും ഇപ്പോഴത്തെ ഇറാനിലുള്ള ഭരണ സംവിധാനത്തിന്റെ നിലനിൽപ്പിന്റെ കൂടിയുള്ള യുദ്ധം എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഏതറ്റം വരെയും പ്രതിരോധിക്കുന്നതിനും അല്ലെങ്കിൽ ശത്രുക്കളെ ഏതറ്റം വരെയും ഉപദ്രവിക്കുന്നതിനും അല്ലെങ്കിൽ ഇറാന്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന GCC രാജ്യങ്ങളെ ഒക്കെ നാളെക്കാലം നമ്മൾ ഈ പറഞ്ഞതുപോലെ എണ്ണ വ്യാപാരത്തെയും എണ്ണ കിണറുകളെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം ഉണ്ടാവും. ഇറാനെ ഭയക്കേണ്ടത് ഇറാന്റെ ഭാഗത്തു നിന്നല്ല, പ്രോക്സികളുടെ ഭാഗത്തു നിന്ന് ഉള്ള ആക്രമണം ഉൾപ്പെടെയുള്ളത് ഉണ്ടാകും. ഏതായാലും ഈ GCC രാജ്യങ്ങൾ എല്ലാം യുദ്ധത്തിൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇറാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.